PSC സഹചാരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത അത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. PSC സിലബസിലുള്ള ഒരു ഭാഗമാണ്. അപ്പം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ SCERTയിലെ ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ്. അപ്പോൾ അതിലെ പാഠഭാഗം 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നാം വസിക്കുന്ന ഭൂമിയുടെ 2 ഭാഗവും സമുദ്രമാണ്. ഓക്കെ, അതൊരു ചോദ്യമാണ്. ഭൂമിയുടെ 2 ഭാഗം സമുദ്രം, ബാക്കി 1 ഭാഗം കര. ഓക്കെ, പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, സമുദ്രമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ചോദ്യം നമ്മൾ നോക്കുക. കരഭാഗങ്ങൾ എന്താണ്? സമുദ്രങ്ങൾ പോലെ ചേർന്നിട്ടല്ല, കണക്റ്റഡ് അല്ല. കരകൾ അവിടെ ഇവിടെയൊക്കെ വിട്ടുവിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഓസ്ട്രേലിയയൊക്കെ ഒരു കടലിൻ്റെ നടുക്കാണ് കിടക്കുന്നത്, ഒരു വൻകരയാണ്. അപ്പോൾ ഇതിനകത്ത് വൻകരേൻ്റെ ഒരു ഡെഫിനിഷനും പറയുന്നുണ്ട്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭൂഖണ്ഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കരയുടെ കഷ്ണങ്ങൾ. ഇനി വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി അടുത്തത്, ഇതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഭൂഖണ്ഡങ്ങളും സമുദ്രവും എന്നുള്ളൊരു ചിത്രമാണുള്ളത്. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം PSC ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? ആഫ്രിക്ക അല്ലേ, ആഫ്രിക്കയാണ്. അപ്പോൾ അതുപോലെ വേറെ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് മഹാസമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം അല്ലേ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. അപ്പം അങ്ങനെയൊക്കെ PSC ചോദിക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്താ അറിയണം? ഈ ചിത്രം കറക്റ്റ് മനസ്സിലുണ്ടാവണം. ഓരോ കടലിൻ്റെ പേരും നമുക്ക് എവിടെയൊക്കെയാണെന്നുള്ള അടയാളപ്പെടുത്തിയ ചിത്രം മനസ്സിലുണ്ടാവണം. അതേപോലെ കരകൾ ഒക്കെ ഒരു കണക്റ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അന്റാർട്ടിക്ക താഴെ, ആർട്ടിക് സമുദ്രം ഏറ്റവും മേലെ അല്ലേ. ഇനി അടുത്തത് ഉപഭൂഖണ്ഡം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭൂഖണ്ഡത്തിലുള്ള ഒരു വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡമുണ്ട്. ആ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ മറ്റ് ഭാഗങ്ങളുമായിട്ട് വേർപെടുത്തുന്ന പീഠഭൂമി ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. അത് നല്ല ചോദ്യമാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. ഓക്കെ, ഇനി അടുത്തത് ആ ഒരു ബോക്സിലുള്ള കാര്യം നോക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പീഠഭൂമി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് പാമീർ പീഠഭൂമിയാണ്. ഓക്കെ, ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് എന്ത്? പാമീർ പീഠഭൂമി. അതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതൊക്കെ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി ചോദിക്കാം. അപ്പോൾ ഈ 4 പർവ്വതനിരകളുടെ പേരുകളും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരകളും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, അപ്പം ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ 4 അതിർത്തികളിൽ എന്തൊക്കെയാണുള്ളതെന്ന് പഠിച്ചു വെക്കണം. ഹിമാലയം, ഇന്ത്യൻ മഹാസമുദ്രവും നമുക്ക് വളരെ പരിചിതമാണ്. പിന്നെ ഹിന്ദുക്കുഷ് പടിഞ്ഞാറ് ഭാഗത്തും അരക്കൻ പർവ്വതനിര കിഴക്കൻ ഭാഗത്തുമാണെന്ന് ഓർത്തിരിക്കുക. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എത്രയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 2 നമ്മൾ പഠിക്കണം. 7 എണ്ണമാണ് ഉള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, അല്ലെങ്കിൽ സബ് കോണ്ടിനെൻ്റിൻ്റെ അകത്തുള്ളത്.
ഏതൊക്കെയാണ്? നമുക്ക് പാകിസ്ഥാൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. പാകിസ്ഥാൻ അല്ലേ, പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ഉണ്ട്, പിന്നെ ഇന്ത്യ ഉണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത് നേപ്പാളുണ്ട്, അതിനടുത്ത് ഭൂട്ടാനുണ്ട് അല്ലേ, 4 ഇനി അടുത്ത 5ാമത്തത് ബംഗ്ലാദേശ് ഉണ്ട്. അങ്ങനെ ഈ 5 കരയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി അടുത്ത 2 ദ്വീപ് രാഷ്ട്രങ്ങളാണ്. അതായത് 6ാമത്തത് ഏതാണ്? ശ്രീലങ്ക, 7ാമത്തത് മാലിദ്വീപ്. ഓക്കെ, അത് 2 ദ്വീപ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ 2 ദ്വീപ് രാഷ്ട്രങ്ങളും ബാക്കി 5 കരബന്ധിതമായിട്ടുള്ള രാജ്യവും, ഇങ്ങനെ ടോട്ടൽ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര. ഓക്കെ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയൻ പർവ്വതനിര എന്നിവയാണവ. ഓക്കെ, അപ്പോൾ ഹിന്ദുക്കുഷ് പർവ്വതനിര പ്രധാനമായിട്ട് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഹിമാലയൻ പർവ്വതനിര ഏതൊക്കെ രാജ്യങ്ങളിലായിട്ട് കിടക്കുന്നത്? ഇവിടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് പറയുന്നത്. ഇനി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത്. എവിടെ? ഹിമാലയ പർവ്വതനിരയിൽ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളൊക്കെ ഹിമാലയ പർവ്വതനിരയിലാണ് ഉള്ളത്. നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത് അല്ലേ. നമുക്കറിയാം ഹിമാലയം, അതിൻ്റെ താഴെ സമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് ഉത്തരേന്ത്യൻ ഭാഗത്ത് കാണുന്ന ഈ സമുദ്ര പ്രദേശം, അത് ഏതൊക്കെ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് രൂപപ്പെട്ടിട്ടുള്ളത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സമതലത്തിൻ്റെ പേരെന്താണ്? ഉത്തരമഹാസമതലം. പിന്നെ അത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ചിത്രമാണുള്ളത്. അപ്പം നമുക്കറിയാം ലെഫ്റ്റിലെ നീലത പാകിസ്ഥാൻ്റെ ഭാഗമുണ്ട്, പിന്നെ ഇന്ത്യ കാണുന്നുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ താഴത്ത് മാലിദ്വീപും ഉണ്ട്, ശ്രീലങ്കയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ. ഇനി അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 1, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്. 2, നദികളാൽ ജലസമൃദ്ധമാണ്. നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. ജനനിബിഡമാണ്. ഉത്തര മഹാസമുദ്രത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പീഠഭൂമിക്ക് ഇന്ത്യയിലെ ഉത്തര മഹാസമുദ്രത്തിന് തൊട്ട് താഴെ തെക്ക് ഭാഗത്തായിട്ട് എന്താണുള്ളത്? പീഠഭൂമിയാണുള്ളത്. ഓക്കെ, അതിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപദ്വീപീയൻ പീഠഭൂമി എന്നാണ് വിളിക്കുക അല്ലേ. അതിന് ഉയരം എത്രയാണെന്ന് ചോദിക്കാം. 150 മുതൽ സമുദ്രനിരപ്പിൽ നിന്നാണ് 150 മുതൽ 900 മീറ്റർ വരെയാണ്. ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിക്കാം. ത്രികോണാകൃതിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഇന്ത്യയിലെ ഭൂഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്വീപീയൻ പീഠഭൂമി അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഈ ഒരു നമുക്കിതാ ഥാർ മരുഭൂമി കാണാം, പിന്നെ ഉത്തര മഹാസമുദ്രം കാണാം. ഇന്ത്യൻ്റെ ഏറ്റവും ഉത്തരേന്ത്യൻ ഭാഗത്താണുള്ളത് അല്ലേ. പിന്നെ അതിന് താഴത്ത് ഒരു ബ്രൗൺ നിറത്തിൽ എന്താണുള്ളത്? ഉപദ്വീപീയം പീഠഭൂമിയാണുള്ളത്. ഏകദേശം ഒരു ത്രികോണ ആകൃതിയിലാണ് അല്ലേ. അത് മാത്രം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. ഓക്കെ, അപ്പോൾ ഥാർ മരുഭൂമി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഓക്കെ, അപ്പോൾ മരുഭൂമി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ മഴ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കള്ളിമുൾച്ചെടിയും കുറ്റിച്ചെടികളും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപസമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്.
കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മൺസൂൺ കാലാവസ്ഥ എന്നാണ് പറയുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. അത് ചോദിക്കാറുണ്ട്. ഈ മൺസൂൺ എന്ന വാക്ക് ഏത് അറബ് വാക്കിൽ നിന്നാണ് വന്നത്? ഏത് അറബ് വാക്ക്? മൗസിം എന്ന അറബ് വാക്കിൽ നിന്നും. അതിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം, മൗസിം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഓക്കെ, അപ്പോൾ മൺസൂൺ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറും, അല്ലെങ്കിൽ ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ മൺസൂൺ കാറ്റുണ്ടെങ്കിൽ അതാണ് ഉത്തരം. ഓക്കെ, അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഏത്? മൺസൂൺ കാറ്റുകൾ. അടുത്തത് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൺസൂൺ കാറ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന കൃതി എഴുതിയ അറബ് സഞ്ചാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം അൽ മസൂദിയാണ്. ഓക്കെ, അടുത്തത് സൂര്യൻ്റെ അയനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, ഓക്കെ, ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി വടക്കുള്ള രേഖയാണ് അല്ലേ, സാങ്കല്പിക രേഖയാണ്. ദക്ഷിണായന രേഖയ്ക്കും, ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി തെക്കുള്ള സാങ്കല്പിക രേഖ, ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. ഓക്കെ, അപ്പം ഈ സൂര്യൻ്റെ അയനം അല്ലെങ്കിൽ സൂര്യന് ഈ ഒരു സ്ഥാനമാറ്റം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണ രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ. അതിന് കാരണം എന്തൊക്കെയാണ്? ഒന്ന് ഭൂമിയുടെ പരിക്രമണമാണ്, രണ്ടാമത്തത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും. ഓക്കെ, അത് ചോദിക്കാം. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി അടുത്തത് സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഓക്കെ, അപ്പോൾ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ എന്താവും? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മേലെ, അതായത് ആ കരഭാഗത്തിന് മേലുള്ള വായു അല്ലേ, സൂര്യൻ നേരെ മേലെ വരുമ്പോൾ അവിടെയുള്ള ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വായു ചൂട് പിടിക്കും പെട്ടെന്ന്. അതെന്താവും? ചൂട് പിടിച്ച വായുവിൻ്റെ പ്രത്യേകത എന്താണ്? അത് മേലോട്ടേക്ക് പോകും അല്ലേ. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം കുറഞ്ഞ കാറ്റ് വീശുകയും അല്ലേ, അപ്പം ആ നമ്മുടെ ഇന്ത്യൻ കരഭാഗത്തുനിന്ന് ചൂട് പിടിച്ച വായു മേലോട്ടേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ കുറയും. അപ്പോൾ ആ പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് കാറ്റ് വീശും അല്ലേ. അതെവിടെ നിന്നാണ് വീശുന്നത്? സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, ഇനി അടുത്തത് ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ, ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യയുടെ അല്ലെങ്കിൽ എന്താണ് ഉപഭൂഖണ്ഡം എന്ന ഈ കരഭാഗത്തിൻ്റെ മേലെയായിരിക്കും സൂര്യൻ ഉണ്ടാവുക. അതുപോലെ ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കും. ആ സമയത്ത് സമുദ്രോപരിതലത്തിലെ വായു ആയിരിക്കും ചൂട് പിടിക്കുക, അത് ഉയരുകയും ചെയ്യും അല്ലേ. ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. ഓക്കെ, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. ഓക്കെ, ദക്ഷിണായന കാലത്ത് കേട്ടോ. ഇനി അടുത്ത്, എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ താഴ്ഭാഗം അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഈ സമുദ്രമായിട്ട് ബംഗാൾ ഉൾക്കടലുമായിട്ട് വരുന്ന ആ തീരപ്രദേശം, അവിടെയൊക്കെയാണ് ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ കൂടുതൽ മഴ ഉണ്ടാവുക. അതിനെ നമ്മൾ എന്താണ് പറയാറ്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് അല്ലേ. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റ് അല്ലേ, അതിനെ നമ്മൾ എന്താണ് പറയുക? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. ഓക്കെ,
ഇനി അടുത്തത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 എണ്ണമാണുള്ളത്. ഓക്കെ, അതെന്തൊക്കെയാണ്? ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കും അതിൻ്റെ കാലാവസ്ഥയെ. അതുപോലെ ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലുള്ളതാണെന്നുള്ളത് സ്വാധീനിക്കും. അടുത്തത് ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി സ്വാധീനിക്കും. അതുപോലെ ആ ഒരു പ്രദേശം സമുദ്രത്തിൻ്റെ അടുത്താണോ അല്ലേ അല്ലെങ്കിൽ ദൂരത്താണോ എന്നുള്ളതും സ്വാധീനിക്കും അല്ലേ, സമുദ്ര സാമീപ്യം. അടുത്തത് ആ ഒരു പ്രദേശത്തുള്ള കാറ്റ് അല്ലേ, അതും സ്വാധീനിക്കും എന്തിനെ, ആ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ. ഇനി അതിനെ ഓരോന്നിനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ഓരോ പോയിന്റും. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഒരു അക്ഷാംശ രേഖയാണ് അല്ലെ. അതുപോലെ ദക്ഷിണായന രേഖയും ഒരു അക്ഷാംശ രേഖയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, അത് ചോദിക്കാം. ഇനി ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അത് നല്ലൊരു പോയിന്റാണ്. ഉത്തരായന രേഖേൻ്റെ വടക്ക് ഭാഗത്ത് ഏത് കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഏത് കാലാവസ്ഥയും ആണെന്ന് ചോദിക്കാം. ഓക്കെ, ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. ഓക്കെ, ഉഷ്ണമേഖല എവിടെയാണുള്ളത്? നമ്മുടെ തെക്ക് ഭാഗത്താണ് അല്ലേ, ഉത്തരായന രേഖേൻ്റെ തെക്ക് ഭാഗത്താണ്. അപ്പോൾ അവിടെ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ വ്യത്യാസം മിതമായിരിക്കും, അതായത് വളരെ കുറവായിരിക്കും. ഒക്കെ വലിയ വ്യത്യാസം വരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിൽ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ശൈത്യകാലത്ത് ഭയങ്കരമായിട്ട് തണുപ്പ് കുറയും, ഉഷ്ണകാലത്ത് ഭയങ്കരമായിട്ട് ചൂട് കൂടും. അതാണ് മിതോഷ്ണ മേഖലേൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ഉഷ്ണമേഖലേൻ്റെയും മിതോഷ്ണ മേഖലേൻ്റെയും ഈ പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, ഓർത്തിരിക്കണം. അടുത്തത്, മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ അധ്യായത്തിൽ ക്രമമായ താപനഷ്ട നിരക്കിനെക്കുറിച്ച് പഠിച്ചത് ഓർക്കുമല്ലോ അല്ലേ, അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞ പാഠത്തിൽ. ട്രോപ്പോസ്ഫിയറിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഓരോ 165 മീറ്റർ നമ്മുടെ ഉപരിതലത്തിൽ നിന്ന് മേലോട്ടേക്ക് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരും അല്ലേ. അതാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടിയ ഭാഗങ്ങളിൽ താപനില കുറയുന്നത്. അതായത് മൂന്നാർ, ഊട്ടിയൊക്കെ ഭയങ്കര ഉയരത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടേക്ക് ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോഴും ഒരു ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് താപനില കുറയുകയാണ് ചെയ്യുന്നത്. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ, ഓക്കെ, അപ്പോൾ സഹ്യപർവ്വതനിരയുടെ പടിഞ്ഞാറേ ചരിവിലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളം നമുക്ക് എഴുതാം. ഓക്കെ, അത് നമ്മുടെ ഓപ്ഷൻസ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പം കേരളം പടിഞ്ഞാറേ ചരിവിലാണെന്ന് ഓർത്തിരിക്കുക സഹ്യപർവ്വതനിരേൻ്റെ. ഓക്കെ, കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ, ഓക്കെ, അതേപോലെ സഹ്യപർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാം അല്ലേ, അത് ഓർത്തിരിക്കുക. മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതി, ഈ പ്രവാഹിനിയായ കാറ്റ് വീശുമ്പോൾ ഈ പർവ്വതം തടഞ്ഞു നിർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലായിരിക്കും ഈ മഴ ഫുള്ള് പെയ്യുന്നത്. കാറ്റിന് അപ്പുറത്തേക്ക്, സഹ്യപർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തത് കാരണം അതിൻ്റെ കിഴക്ക് ഭാഗമായ തമിഴ്നാട്ടിൽ മഴ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു മഴയിലുണ്ടായിരുന്ന അളവിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ സഹ്യപർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ മഴനിഴൽ പ്രദേശങ്ങൾ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അവിടെ മഴ വളരെ കുറവായിരിക്കും എന്നും ഓർത്തിരിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സഹ്യപർവ്വതമാണ്. അപ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്ത് നമുക്ക് കാണാം പച്ച നിറത്തിലല്ലേ, അവിടെ നിന്നാണ് കാറ്റ് വന്ന് വീശുന്നത്. കാറ്റ് വന്ന് വീശിയിട്ട് ആ ഒരു പർവ്വതം തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ അവിടെ മഴ പെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ പച്ചപ്പ്, കുറേ സസ്യജാലങ്ങളൊക്കെ വളരും. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കിഴക്ക് വശമാണ് നമ്മുടെ വലതുവശത്ത് കാണിക്കുന്നത്. അവിടേക്ക് ഈ കാറ്റ് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മഴയും പെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വരണ്ട മാതിരി കാണിക്കുകയാണ്, സസ്യങ്ങളൊക്കെ കുറവാണെന്നുള്ളത്. അത് ഒരു മഴനിഴൽ പ്രദേശം എന്നാണ് ഈ ഒരു പ്രദേശത്തിന് പറയുന്നത്. ഇനി അടുത്തത്, എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. ഓക്കെ, ഈ പർവ്വതനിരക്ക് ഇടയിൽ ചില ഗ്യാപ്പുകളുണ്ടാവും, അതിലൂടെ ഈ കാറ്റ് കടന്നു പോകും.
ഓക്കെ, അപ്പം ആ ഒരു ഭാഗത്ത് മഴ പെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് ആ കാറ്റ് ആ ഗ്യാപ്പിലൂടെ മുന്നോട്ടേക്ക് കടന്നു പോകും. ഓക്കെ, അതായത് ഇന്ത്യൻ്റെ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ആ കാറ്റ് കടന്നു പോകും. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ, അതായത് നമ്മുടെ ആരവല്ലി എന്നാണ് നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇതിൽ അരാവല്ലി എന്ന് കൊടുത്തതാണ്. ഓക്കെ, ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്. ഓക്കെ, അതേമാതിരി ഈ കാറ്റ് എന്താണ്, രാജസ്ഥാനിൽ എന്താണ് ആരവല്ലി മലനിരകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗത്താണ് എന്തുള്ളത്, ഈ മരുഭൂമി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം മരുഭൂമിയായ കാരണം ഈ ഒരു മലനിരകളുടെ അപ്പുറത്തേക്ക് എന്താണ് ഈ കാറ്റുകൾ എത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ മഴ പെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മരുഭൂമിയായി മാറി. ഓക്കെ, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ആർദ്ര കാലാവസ്ഥ സമുദ്രത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഓക്കെ, ഓർത്തിരിക്കുക, അതൊരു പോയിന്റ് ശരിയാണ്. വരണ്ട കാലാവസ്ഥ എവിടെയാണ്, സമുദ്രത്തിൽ നിന്നും അകലെയാവുമ്പോൾ. കാറ്റിൻ്റെ ദിശയും അതിൻ്റെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റിൻ്റെ ദിശയും സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ അതിലെ ജലാംശത്തിൻ്റെ അളവും ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ്, ഭൂപ്രകൃതിയും കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. ഓക്കെ, അപ്പം നെല്ലിന് നല്ല മഴ ലഭിക്കണം, ഉയർന്ന മഴ വേണം. അതേമാതിരി ഗോതമ്പിന് മിതമായ മഴ മതി. ആ 2 പോയിന്റ് ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കണം. ഓക്കെ, ഗോതമ്പും നെല്ലും. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ മഴ കുറഞ്ഞ പ്രദേശത്താണ് പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പരുക്കൻ ധാന്യങ്ങളും ഈ മഴ കുറഞ്ഞ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് 3 വിളകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ജലത്തിൻ്റെ ആവശ്യകതയും വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളും. ഓക്കെ, ഇത് PSC ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. നെല്ല് ധാരാളം ജലം ആവശ്യമാണ്. വിതയ്ക്കുന്ന മാസം ഏതാണ്, ജൂണ്. വിളവെടുക്കുന്ന മാസം സെപ്റ്റംബറാണ്. ഇനി ഗോതമ്പ്, അതിന് നമ്മൾ പറഞ്ഞല്ലേ മിതമായ അളവിൽ ജലം മതി, അതായത് മിതമായ മഴ കിട്ടിയാൽ മതി. സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത മാസം ഒക്ടോബറിലാണ് ഗോതമ്പിൻ്റെ വിത്ത് വിതയ്ക്കുന്നത്. എന്നിട്ട് വിളവെടുക്കും, മാർച്ചിൽ വിളവെടുക്കും. ഇനി തണ്ണിമത്തൻ, വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. അപ്പം അതായത് ഈ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ഈ തണ്ണിമത്തന് എന്ത് വേണം, അവിടെ ജലസേചനം, എക്സ്ട്രാ ജലസേചനം നമ്മൾ ഏർപ്പെടുത്തണം. അപ്പം ഇത് വിത്തിറക്കുന്ന മാസം ഏപ്രിൽ അല്ലേ, മാർച്ച് കഴിഞ്ഞ് അടുത്ത മാസമാണ് ഏപ്രിൽ അല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക, എല്ലാം കണക്റ്റഡ് ആണ്. മാർച്ച് കഴിഞ്ഞ് അടുത്ത മാസം തണ്ണിമത്തൻ വിത്തിറക്കും, എന്നിട്ട് ജൂണിൽ വിളവെടുക്കും. ഓക്കെ, ഇനി വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കാർഷിക കാലങ്ങൾ എന്താണ്, ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും ഒരു നിശ്ചിത കാലമുണ്ട്. ആ കാലത്തിനെയാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ എത്ര കാർഷിക കാലങ്ങളാണെന്ന് ചോദിക്കാം. അത് 3 എണ്ണമാണ്. ഓക്കെ, ഖാരിഫ്, റാബി, സൈദ്. ഇത് PSCൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചോദ്യഭാഗമാണ് ഈ 3 എണ്ണം. ഓക്കെ, അതിനകത്ത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഷിക കാലങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് ഈ കാലങ്ങൾ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് ഓരോ കാലം എന്ന് ചോദിക്കും. പിന്നെ ഈ ഓരോ കാലത്തിലും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു 3 കാർഷിക കാലങ്ങളെയും പറ്റിയിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര
എന്നിവ കൃഷി ചെയ്യുന്നു. ഓക്കെ, അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഖാരിഫാണ് അല്ലേ. അപ്പോൾ ആ കാലത്ത് ഊഷ്മാവും ജലവും കൂടുതലാണ് അല്ലേ. അപ്പം അത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന വിളകൾ ഏതൊക്കെയാണ്? ഉദാഹരണങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇനി അടുത്തത്, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിലാണ് എന്ത് വരുന്നത്? ഈ റാബി വിളകൾ കൃഷി ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിലും ചോദിക്കാം, ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിക്കാം. അത് റാബി വിളകളാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശൈത്യകാലം ഒക്ടോബർ നവംബർ മാസം റാബി വിള. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഖാരിഫ് അല്ലേ. ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇനി അതിൻ്റെ ഉദാഹരണം ഏതിൻ്റെ? ഈ റാബി വിളേൻ്റെ ഉദാഹരണമാണ് താഴത്ത് 3 കൊടുത്തത്. ഗോതമ്പ്, പയർ, അതുമാതിരി കടുക് അല്ലേ. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു മാർച്ചിലാണ് എന്ത് ചെയ്യുന്നത്? വിളവെടുക്കുന്നത്. ഓക്കെ, ആദ്യത്തെ നെല്ല് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്തിൻ്റെത്? ഖാരിഫ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബി. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് സയ്ദ്. ഓക്കെ, ഇനി അടുത്തത്, റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഓക്കെ, അങ്ങനെ ചോദിക്കാം, വേനൽക്കാല കാർഷിക കാലം ഏതെന്ന് ചോദിക്കാം. അത് സയ്ദാണ്. പിന്നെ റാബി വിളവെടുപ്പിന് ശേഷം ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന കാർഷിക കാലം ഏതാണെന്ന് ചോദിക്കാം. അത് സയ്ദാണ്. പിന്നെ ദൈർഘ്യം കുറഞ്ഞ ഒരു കാർഷിക കാലമാണ് സയ്ദ് കൂട്ടത്തിൽ വെച്ചിട്ട് അല്ലേ. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ ചോദിക്കാം. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അതായത് ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ചില സ്ഥലത്ത് കാലങ്ങൾ കൂടാം, കാലങ്ങൾ കുറയാം. ഓക്കെ, ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. എന്നാലും പൊതുവേ നമ്മൾ പറയുമ്പോൾ ഒരു ചോദ്യം PSC ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര കാർഷിക കാലങ്ങളുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 എന്ന് പറയണം. ഇനി ഭക്ഷ്യവിളകൾ എന്താണെന്ന് നോക്കാം. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു അല്ലേ. 2 തരം ഭക്ഷ്യവിളകളുണ്ട്. 1 ധാന്യങ്ങളും 2 പയറുവർഗ്ഗങ്ങളും. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ധാന്യങ്ങൾ തന്നെ 2 തരമുണ്ട്. മൃദുധാന്യങ്ങളും ഉണ്ട്, പരുക്കൻ ധാന്യങ്ങളും ഉണ്ട് അല്ലേ. മൃദുധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. നെല്ലും ഗോതമ്പുമാണ്. അതുപോലെ പരുക്കൻ ധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ബജ്ര, ചോളം, റാഗി എന്നിവയാണ്. ഇനി പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പം തുവര ഒരു പയർവർഗ്ഗമാണ് എന്ന് ചിലപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അത് ശരിയാണ്. ഓക്കെ, പയർ, തുവര എന്നിവ എന്താണ്? പയർവർഗ്ഗങ്ങളാണ്, ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് നാണ്യവിളകൾ എന്താണെന്ന് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. ഓക്കെ, വാണിജ്യാടിസ്ഥാനത്തിൽ അതായത് എന്താണ്? വിറ്റ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒരു സാധ്യതയുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പാണ്. നമ്മൾ കരിമ്പ് കഴിക്കുന്നതാണ് അല്ലേ, നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുക അത് കരിമ്പ് ഭക്ഷ്യവിളയാണോ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ആ ഒരു കരിമ്പ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. കരിമ്പ് പ്രധാനമായിട്ടും നാണ്യവിളയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. നമ്മൾ പഞ്ചസാരയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് നാരുവിളകളാണ്. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. അപ്പോൾ ഈ പരുത്തിയും ചണവും നമ്മൾ എവിടെ കണ്ടു? നാണ്യവിളകളിലും കണ്ടു അല്ലേ. അപ്പം പരുത്തിയും ചണവും നാണ്യവിളകളുമാണ്, അതേസമയം നാരുവിളകളുമാണ് അല്ലേ. ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. അപ്പോൾ അതിൻ്റെ യൂസ്, ഈ പരുത്തിയും ചണമൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള അതിൻ്റെ പ്രധാന യൂസുകളാണ് ഇവിടെ പറഞ്ഞത്. തുണി, ബാഗ്, ചാക്ക്. ഇനി അടുത്ത എണ്ണക്കുരുക്കൾ എന്താണെന്ന് നോക്കാം. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ
കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണക്കുരുക്കളിൽ നിന്നാണ് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ഇപ്പോൾ ഈ ലാസ്റ്റ് വരിയിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ തേയില മുതൽ കിഴങ്ങുവർഗ്ഗങ്ങൾ വരെ പറഞ്ഞതൊക്കെ എന്താണ്? തോട്ടവിളകൾക്ക് ഉദാഹരണമാണ് അല്ലേ? തേയിലത്തോട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, കാപ്പിത്തോട്ടം, റബ്ബർ തോട്ടം, സുഗന്ധദ്രവ്യങ്ങളുടെ തോട്ടം അല്ലേ, ജാതിക്ക തോട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? തോട്ടവിളകളാണ് പറയുന്നത്. ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ തോട്ടവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ തോട്ടവിള അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് PSC ചോദിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിവിധ കൃഷിരീതികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ ഏതൊക്കെയെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ കൃഷിരീതികളെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ അടുത്ത അധ്യായത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതിൻ്റെ കാലാവസ്ഥ, അതിലെ വിളകൾ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ PSC ചോദിക്കുന്ന പ്രധാന ഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക്